ഇസ്ലാമാബാദിലെ നയതന്ത്ര ഇടനാഴികൾ ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നിർണായക നീക്കത്തിനാണ് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയും അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധികളായ ജാറഡ് കുഷ്ണർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും ഒരേ സമയം പാകിസ്ഥാൻ മണ്ണിലെത്തിയത് വെറുമൊരു യാദർച്ഛികതയല്ല. ഇത് പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിയെഴുതാൻ പോകുന്ന ഒന്നാണ്. എന്നാൽ ഈ ചർച്ചകളിൽ വലിയൊരു കടമ്പ ബാക്കിയുണ്ട്. അമേരിക്കൻ പ്രതിനിധികളുമായി നേരിട്ട് സംസാരിക്കാൻ ടെഹ്റാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ളത്. നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിമുഖത കാണിക്കുന്ന ഇറാൻ പാകിസ്ഥാൻ വഴിയുള്ള പരോക്ഷ ചർച്ചകൾക്കാണ് മുൻഗണന നൽകുന്നത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈനിക സിവിൽ നേതൃത്വം ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇരുപക്ഷത്തിനുമിടയിലെ വിടവ് നികത്താനുള്ള ഒരു നയതന്ത്ര പാലമായി ഇസ്ലാമാബാദ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. നിലവിൽ നിലനിൽക്കുന്ന ദുർബലമായ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും സുസ്ഥിരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുന്നത്. യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് മേഖലയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് സാഹചര്യങ്ങൾ ഇപ്പോഴും അതീവ സങ്കീർണമാണ്. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം ചർച്ചകളുടെ വിജയത്തിന് വലിയൊരു തടസ്സമായി നിലനിൽക്കുന്നു. ഈ ഉപരോധം പിൻവലിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. അബ്ബാസ് അരഗാച്ചിയുടെ ഇസ്ലാമാബാദ് സന്ദർശനം ഇറാൻ ഭരണകൂടത്തിന്റെ കൃത്യമായ കണക്കുകൂട്ടലുകളുടെ ഭാഗമാണ്. പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാൻ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇസ്ലാമാബാദിന്റെ സ്വാധീനം ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ജാറഡ് കുഷ്ണറെ പോലുള്ള ട്രംപ് ഭരണകൂടത്തിലെ കരുത്തരായ നേതാക്കളുടെ സാന്നിധ്യം അമേരിക്ക ഈ വിഷയത്തിൽ എത്രത്തോളം വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് എന്ന് വ്യക്തമാക്കുന്നു. സമാധാനത്തിനായുള്ള അടിയന്തര നീക്കമാണോ അതോ തന്ത്രപരമായ മറ്റൊരു കരുനീക്കമാണോ ഇതെന്ന് ലോകം സംശയിക്കുകയാണ്. സങ്കീർണമായ ഈ നയതന്ത്ര നാടകത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാൻ സൈനിക മേധാവികളുമായും രഹസ്യാന്വേഷണ ഏജൻസികളുമായും ചർച്ചകൾ നടത്തുന്നത് വെറുമൊരു ഔപചാരികതയല്ല. അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങളും പ്രാദേശികമായ താൽപ്പര്യങ്ങളും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അമേരിക്കൻ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഭരണകൂടം നൽകുന്ന ഉറപ്പുകൾ മാത്രമാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏക വഴി. പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതിനിടെയാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. US നാവികസേനയുടെ കരുത്തുറ്റ വിന്യാസവും കടൽ മാർഗമുള്ള ചരക്ക് നീക്കങ്ങൾ തടയുന്നതും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് ഇറാന്റെ സൈനിക നേതൃത്വത്തെ കൂടുതൽ പ്രകോപിതരാക്കുന്നുണ്ടെങ്കിലും നയതന്ത്രപരമായ ഒരു പരാജയം ഒഴിവാക്കാൻ അവർക്ക് ചർച്ചകളിൽ പങ്കെടുക്കേണ്ടി വരുന്നു. എന്നാൽ മുഖം രക്ഷിക്കാനുള്ള ഒരു കരാറിന് അവർ തയ്യാറല്ല. സ്റ്റീവ് വിറ്റ്കോഫിനെയും കുഷ്ണറെയും പോലുള്ള പ്രതിനിധികൾക്ക് ട്രംപ് നൽകിയിരിക്കുന്ന ദൗത്യം വളരെ വ്യക്തമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഇറാന്റെ ആണവ മിസൈൽ പരീക്ഷണങ്ങളെ തടയുക എന്നതാണ് അമേരിക്കൻ അജണ്ട. എന്നാൽ പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് നടക്കുന്ന ഈ ചർച്ചകളിൽ ഇറാൻ തങ്ങളുടെ ആയുധ ബലത്തെക്കുറിച്ചും ആണവ പദ്ധതികളെക്കുറിച്ചും എന്ത് വിട്ടുവീഴ്ച ചെയ്യുമെന്നത് അജ്ഞാതമായി തുടരുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇറാന്റെ ആണവ സേനകൾ അതീവ ജാഗ്രതയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ കൂടിക്കാഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് തങ്ങളുടെ സൈനിക കരുത്ത് പ്രദർശിപ്പിക്കുക എന്ന തന്ത്രമാണ് ടെഹ്റാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കൻ സംഘത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. സമാധാന കരാർ ഇറാന്റെ നിബന്ധനകൾക്ക് കൂടി വിധേയമായിരിക്കണം. ഇസ്ലാമാബാദിലെ സുരക്ഷാ സന്നാഹങ്ങൾ അഭൂതപൂർവമാണ്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം സൈനിക നിരീക്ഷണത്തിലാണ്. രണ്ട് ശത്രു രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒരേ നഗരത്തിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വഴി സന്ദേശങ്ങൾ കൈമാറുന്നത് ചരിത്രത്തിലെ തന്നെ അപൂർവമായ കാഴ്ചയാണ്. ഈ പരോക്ഷ യുദ്ധം എങ്ങോട്ട് നീങ്ങുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. വിജയകരമായ ഒരു കരാറിലെത്താൻ സാധിച്ചാൽ അത് ഇസ്ലാമാബാദിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര നേട്ടമായിരിക്കും. എന്നാൽ പരാജയപ്പെട്ടാൽ അത് മേഖലയെ മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടും. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ശ്വാസം മുട്ടുന്ന ഇറാൻ ജനതയും ഈ ചർച്ചകളുടെ ഫലം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ അറിയാം. ഇസ്ലാമാബാദിൽ അരങ്ങേറുന്നത് ഒരു വലിയ അധികാര വടംവലിയാണ്.
ജാറഡ് കുഷ്ണറുടെ തന്ത്രങ്ങളും അരകാച്ചിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും പാകിസ്ഥാൻ സൈന്യത്തിന്റെ മധ്യസ്ഥതയും ചേരുമ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ നാടകമായി മാറുന്നു. ആഗോള വിപണിയിലെ എണ്ണവില മുതൽ ലോക സമാധാനം വരെ ഈ ചർച്ചകളുടെ ഓരോ മിനിറ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു. സമാധാനത്തിലേക്കുള്ള ഒരു വഴിത്തിരിവാകുമോ അതോ മറ്റൊരു യുദ്ധത്തിന്റെ മുന്നോടിയാകുമോ ഈ കൂടിക്കാഴ്ചയെന്ന് കണ്ടറിയണം.